ഒരു പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഗ്ലോ സ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഓഡിയൻസിനോട് ചോദിക്കുകയാണ്, ഹൗ ഡസ് ദ ഗ്ലോ സ്റ്റിക്ക് വർക്ക്സ്. എന്നിട്ട് ഈ പാസ്റ്റർ ആ ഗ്ലോ സ്റ്റിക്ക് ഒടിക്കുകയാണ്, പല തവണ ഇങ്ങനെ ഒടിക്കുകയാണ്. ഒടിക്കും തോറും ഈ ഗ്ലോ സ്റ്റിക്ക് ഗ്ലോ ചെയ്യാണ്. അദ്ദേഹം പറയും, എ ഗ്ലോ സ്റ്റിക്ക് ഡസൻ വർക്ക് അണ്ടിൽ ഇറ്റ് ബ്രേക്സ്. ഒരു ഗ്ലോ സ്റ്റിക്ക് എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, എന്തിനു വേണ്ടിയാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ആ പർപ്പസ് മീറ്റ് ചെയ്യണമെങ്കിൽ അത് ഒടിക്കണം, അല്ലെങ്കിൽ അത് വെറുതെ ഇരിക്കും. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ നൽകുകയാണ്. അത് ലേബർ പെയിൻ്റെ എക്സാമ്പിളാണ്. ലോകത്തുള്ള സിവിയർ അക്യൂട്ട് പെയിൻ ആണല്ലോ ലേബർ പെയിൻ. ഇങ്ങനെ പറയാറുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിലെ 20 എല്ലുകൾ ഒരുമിച്ചൊടിച്ചാലുള്ള വേദനയാണ് ലേബർ പെയിൻ എന്ന് പറയാൻ. അപ്പം അത്രയും പെയിനുണ്ട്. അത്രയും പെയിൻ എടുക്കുന്ന ഒരു സ്ത്രീ കുഞ്ഞിൻ്റെ മുഖം കണ്ടു കഴിയുമ്പോൾ ഈ പെയിൻ കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോവാണ്, ഓർക്കുന്നേ ഇല്ല. കാരണം അതിനേക്കാളും കൂടുതൽ സന്തോഷമാണ് പിന്നെ കിട്ടുന്നത്. ഇത് ഗോസ്പലിൽ ഈശോ അതാ പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പം സങ്കടം ഉണ്ടാവും, പക്ഷെ അത് താൽക്കാലികമാണ്. നിങ്ങൾക്ക് ഒരിക്കലും തീരാത്ത വിധത്തിലുള്ള ഹാപ്പിനെസ് കിട്ടും നിങ്ങളെന്നെ കണ്ടു കഴിയുമ്പോൾ. നമ്മുടെ ലൈഫിൽ പെയിനുണ്ട്, നമ്മുടെ ലൈഫിൽ പലതിങ്ങനെ ബ്രേക്ക് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ഓവർ കോൺഫിഡൻസ്, നമ്മുടെ ഈഗോ, നമ്മുടെ അഹങ്കാരം എന്തിനാ? കൂടുതൽ വെട്ടം വരുത്താനാണ്. ഒരു ഗ്ലോ സ്റ്റിക്ക് സക്സസ്ഫുൾ ആവുന്നത് ഇരുട്ടിലാണ്. നമ്മൾ ചില ആൾക്കാർ ജീവിതത്തിലെ ഏറ്റവും ഡാർക്കസ്റ്റ് സീസണിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. വിഷമിക്കേണ്ട, ഡാർക്കസ്റ്റ് സീസണിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രകാശിക്കുന്നത്.